Hello, welcome to market discussion of the day. Today, 30th of April 2025, വെനസ്ഡേ ആണ്. അതിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഈ ആഴ്ച മാറി നിൽക്കേണ്ട ഫസ്റ്റ് ഡേ ആണെന്നുള്ളതാണ് അല്ലേ. ഇന്ന് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇന്ന് നമുക്ക് GDP അനൗൺസ്മെൻ്റ് ആണ്. US എന്നുള്ള GDP അനൗൺസ്മെൻറ്റ് ഇന്ന് ഉച്ചയ്ക്ക് 1:30 മണിക്ക് UK ടൈമിംഗ് 1:30 മണിക്ക് GDP അനൗൺസ്മെൻറ്റ് വരുന്നുണ്ട്. GDP അത് മാർക്കറ്റിനെ എങ്ങനെ എഫക്റ്റ് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറയാറുണ്ടല്ലേ, നമ്മൾ ഫസ്റ്റ് മുതലേ പറയാറുള്ള കാര്യമാണ്. GDP അനൗൺസ്മെൻറ്റ്, റീറ്റെയിൽ സെയിൽസ്, അതേപോലെ നോൺ ഫാം പേറോള്, ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ, ഈ 4 ദിവസവും മാറി നിൽക്കണം എന്നുള്ള കാര്യം നമ്മൾ പണ്ട് മുതലേ പറയാറുണ്ട്. അപ്പോൾ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യം മാറി നിൽക്കുക എന്നുള്ളതാണ്. ഓൾറെഡി ട്രേഡ് എടുത്തിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഈ ഒരു മണിക്കൂർ മുന്നേ എങ്കിലും മാറി നിൽക്കുക. ഓക്കെ, സോ ഇന്ന് വേറെയും കുറേ ന്യൂസുകൾ ഉണ്ടായിരുന്നു. ഇന്ന് ജപ്പാനിൽ നിന്ന് റീറ്റെയിൽ സെയിൽസ് ഉണ്ടായിരുന്നു രാവിലെ. അപ്പം അത് ജപ്പാനിൽ നെഗറ്റീവായിട്ടാണ് അതിനകത്തുള്ള റിസൾട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, അതിനുശേഷം നമുക്ക് യൂറോ സോണിൽ നിന്ന് GDP അനൗൺസ്മെൻറ്റ് ഉണ്ടായിരുന്നു. അത് പോസിറ്റീവായിട്ടാണ് യൂറോനെ അഫക്റ്റ് ചെയ്തിട്ടുള്ളത്. അതാണ് യൂറോ മുകളിൽ തന്നെ നിൽക്കുന്നത്, GBP ഒക്കെ താഴോട്ട് പോയപ്പോൾ. ഓക്കെ, അതേപോലെ ഇന്ന് ഉച്ചയ്ക്ക് 1:15 ADP നോൺ ഫാം എംപ്ലോയ്മെൻറ്റ് ചേഞ്ച് ഉണ്ട്. അതിനുശേഷം GDP അനൗൺസ്മെൻ്റ് ഉണ്ട്. അതിനുശേഷം നമുക്ക് എല്ലാ ബുധനാഴ്ചയും വരുന്ന ക്രൂഡ് ഓയിൽ സ്റ്റോക്ക് ചേഞ്ചും ഉണ്ട്. ഓക്കെ, സോ ഇത്രയുമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസുകൾ ഇന്ന് വരാനായിട്ടുള്ളത്. അതുകൊണ്ടിട്ടാണ് ഇന്ന് മാറി നിൽക്കണം എന്ന് പറഞ്ഞത്. അറ്റ്ലീസ്റ്റ് ഗോൾഡിൽ ട്രേഡ് ചെയ്യുന്നവർ അറ്റ്ലീസ്റ്റ് അടുത്തൊരു 2 മണിക്കൂറിൻ്റെ അകത്ത് വെച്ചിട്ട് പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആണെങ്കിലും മാറുക എന്നുള്ളതാണ് എൻ്റെ ഒരു സജഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ കമ്മിങ് ടു ടെക്നിക്കൽ സൈഡ്, നാളെ നമുക്ക് പ്രത്യേകിച്ച് ന്യൂസുകൾ വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ബാങ്ക് ഓഫ് ജപ്പാൻ ഇൻട്രസ്റ്റ് റേറ്റ് ഉണ്ട്. JPYയിൽ ട്രേഡ് ചെയ്യുന്ന എല്ലാ ആൾക്കാരും ഓക്കെ, ഇത് കഴിയുമ്പോഴായിരിക്കും JPYയുടെ ഒരു റിയൽ സ്വഭാവം അല്ലെങ്കിൽ എങ്ങോട്ടാണ് മാർക്കറ്റ് എന്നുള്ളൊരു കാര്യം മനസ്സിലാവുക. ഓക്കെ, രാത്രി വെളുപ്പിനെയാണ്, UK ടൈമിംഗ് വെളുപ്പിനെയാണ്, ഇന്ത്യൻ ടൈമിംഗ് ഒക്കെ രാവിലെ ആവും അവിടെ. അതിനുശേഷം നമുക്ക് ബാങ്ക് ഓഫ് ജപ്പാൻ പ്രസ് കോൺഫറൻസും നാളെ ഉണ്ട്. പിന്നീട് എല്ലാ വ്യാഴാഴ്ചയും നടക്കുന്നത് പോലെ ഇനിഷ്യൽ ജോബ്ലെസ് ക്ലെയിമും ISM മാനുഫാക്ചറിങ് PMI ആണ്. ഓക്കെ, അപ്പം JPYയിൽ ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ ന്യൂസിന് ശേഷം മാത്രം ട്രേഡ് ചെയ്യുക എന്നുള്ള കാര്യം ഒന്നും കൂടെ ആവർത്തിച്ച് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഓക്കെ, സോ കമ്മിങ് ടു ടെക്നിക്കൽ സൈഡ്, നമുക്ക് ടെക്നിക്കൽ സൈഡിലോട്ട് പോകുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എല്ലാ ദിവസവും പോകുന്നത് പോലെ തന്നെ JPYയിലോട്ട് തന്നെ പോവാം. JPY ഇപ്പോൾ കറൻ്റ്ലി ട്രേഡ് ചെയ്ത 142.956. നമ്മൾ ഇന്നലെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു 142 അവിടെ കിട്ടിയാൽ ധൈര്യമായിട്ട് ബൈ ചെയ്യാമെന്ന് അല്ലേ. മെനഞ്ഞാന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു 142 അവിടെ കിട്ടിയാൽ ബൈ ചെയ്യാമെന്ന്. മെനഞ്ഞാന്ന് ബൈ ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് അത്യാവശ്യം ഒരു 70 പിപ്പിൻ്റെ മുകളിലുള്ള ഒരു പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇന്നലെ ബൈ ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് ഓൾമോസ്റ്റ് ഒരു 90 പിപ്പിൻ്റെ മൂവ്മെൻറ്റ് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. അതായത് നല്ലൊരു പ്രോഫിറ്റാണ് ഇന്നലെ മെനഞ്ഞാന്ന് നമുക്ക് JPY നമ്മൾ പറഞ്ഞതുപോലെ ചെയ്ത ആൾക്കാർക്ക് കിട്ടിയിട്ടുണ്ടല്ലോ. ഓക്കെ, സോ നമ്മൾ കഴിഞ്ഞ ഒരു 5 ഓപ്പർച്യൂണിറ്റീസ് ഞാൻ JPYയിൽ എടുത്തിട്ടുള്ള ആൾക്കാരുടെ കാര്യം പറയാനായിട്ട്, കഴിഞ്ഞ ഒരു 5 ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ കഴിഞ്ഞ ആഴ്ച തുടക്കത്തിൽ 140 അവിടുന്ന് ബൈ ചെയ്യാൻ പറഞ്ഞു. ഓക്കെ, അത് കിട്ടിയിട്ടുള്ള ആൾക്കാരുണ്ട്. ഓക്കെ, അതിനുശേഷം 142 അവിടുന്ന് സെല് ചെയ്യാൻ പറഞ്ഞു. സോ അത് നമുക്ക് ലോസിൽ പോയി, അത് നമുക്ക് സ്റ്റോപ്പ് ലോസ് അടിച്ച് പോയി. അതിനുശേഷം 144 അവിടുന്ന് സെല് ചെയ്യാൻ പറഞ്ഞു. അത് നല്ലൊരു പ്രോഫിറ്റ് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം 142 അവിടുന്ന് ബൈ ചെയ്യാൻ പറഞ്ഞു. അതും നല്ലൊരു പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. ഇന്നലെയും 142 അവിടെ ചെയ്യാൻ പറഞ്ഞു. അതായത് കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് ഞാൻ 5 ഓപ്പർച്യൂണിറ്റീസാണ് JPYയിൽ പറഞ്ഞിട്ടുള്ളത്. ഈ 5 ഓപ്പർച്യൂണിറ്റീസിനകത്ത് എന്താ പറയുക, 4 പ്രോഫിറ്റും 1 മാത്രമാണ് ലോസ് വന്നിട്ടുള്ളത് എന്നുള്ളൊരു കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ എൻ്റെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈവൻ JPY ഒക്കെ ട്രേഡ് ചെയ്യുമ്പോൾ നമുക്ക് ബൈ ലിമിറ്റ് ഇട്ട് വെക്കുന്നതുകൊണ്ടും സെൽ ലിമിറ്റ് ഇട്ട് വെക്കുന്നതുകൊണ്ടും തെറ്റില്ലാത്ത കാര്യമാണ്. പ്രോപ്പറായിട്ട് സ്റ്റോപ്പ് ലോസ് നമ്മൾ ഡിഫൈൻ ചെയ്യണം എന്നുള്ളൊരു കാര്യം മനസ്സിൽ വെച്ച് അത് കൃത്യമായിട്ട് ചെയ്തുകൊണ്ട് വേണം അത് നമ്മൾ ചെയ്യാനായിട്ട്. ഓക്കെ, എന്ന് വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഓക്കെ, സോ ഇതാണ് എനിക്ക് JPYയിൽ പറയാനായിട്ടുള്ളത്. നേരെ നമ്മുടെ ഇന്നും നമുക്ക് 142 അവിടെ കിട്ടിയാൽ, ന്യൂസാണ്, അത് മാറി നിൽക്കാം. നാളെ രാവിലെ നമുക്ക് JPYനെ മാത്രം ബാധിക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റും ഉണ്ട്. അതുകൊണ്ട് ഇനി ട്രേഡ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നില്ല. കാരണം ഇനി എന്തായാലും ന്യൂസിന് മുന്നേ ആയിട്ട് 142 എത്താനും പോകുന്നില്ല അല്ലേ. സോ അതുകൊണ്ടിട്ട് തൽക്കാലം മാറി നിൽക്കുക. കാരണം JPY 142 താഴോട്ട് പോയാൽ 140 സപ്പോർട്ട് ചെയ്യുമായിരിക്കും.
ഓക്കെ, ഈവൻ 140 സപ്പോർട്ട് ചെയ്തില്ല എങ്കിൽ സപ്പോസ് ഒരു ദിവസം അവസാനിക്കുന്നത് ഇന്ന് മാർക്കറ്റ് ന്യൂസ് വന്നതിന് ശേഷം അല്ലെങ്കിൽ നാളെ JP ഇൻട്രസ്റ്റ് റേറ്റ് വന്നതിന് ശേഷം മാർക്കറ്റ് ഒറ്റയടിക്ക് താഴെ പോയെന്ന് വിചാരിച്ചു. ഓക്കെ, 140 അകത്ത് നിന്നില്ല, 140 താഴെയായിട്ടാണ് നാളെ ക്ലോസ് ചെയ്യുന്നതെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഇത് 140 120 വരെ പോകാനുള്ള പോസിബിലിറ്റി ആണുള്ളത്. ഓക്കെ, സോ അതുകൊണ്ടിട്ട് വലിയ ലോസുകൾ ഉണ്ടാകാനുള്ള പോസിബിലിറ്റി ആകുന്നുണ്ട്. അതുകൊണ്ടിട്ട് ഇന്നത്തെ ദിവസം JPYയിൽ നിന്ന് മാറി നിന്നിട്ട് നമുക്ക് നാളെയും കഴിഞ്ഞ് മറ്റന്നാളൊക്കെ ട്രേഡ് ചെയ്ത് നോക്കുന്നില്ല, റേഞ്ച് മനസ്സിലാക്കിയതിന് ശേഷം ട്രേഡ് ചെയ്യുന്നതല്ലേ നല്ലത്, അല്ലേ? അപ്പം അതാണ് എനിക്ക് ഇന്നത്തെ ദിവസം പറയാനായിട്ടുള്ളത്. JPYനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പറയാനായിട്ടുള്ളത് തൽക്കാലത്തേക്ക് മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളൊരു കാര്യമാണ്. ഓക്കെ, സോ ഇതാണ് JPYയിൽ പറയാനായിട്ടുള്ളത്. രണ്ടാമത് നമ്മൾ യൂറോയിലോട്ട് വരുമ്പോൾ യൂറോ ഇപ്പോൾ കറൻ്റ്ലി ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 1.13711 എന്ന് പറയുന്ന ഒരു റേഞ്ചിലാണ്. ഓക്കെ, സോ നിങ്ങൾക്ക് മനസ്സിലാവും ഇതാണ് ഇപ്പോഴത്തെ റണ്ണിങ് ക്യാൻഡിൽ. ഓക്കെ, ഇത് നമ്മളുടെ ന്യൂസ് വന്ന ക്യാൻഡിലാണ്, GDP അനൗൺസ്മെൻറ്റ് യൂറോ സോണിൽ നിന്നുള്ള, ബേസിക്കലി ജർമ്മനിയിൽ നിന്നുള്ള. അപ്പം അത് അത്യാവശ്യം മുകളിലോട്ട് പോയി. പക്ഷേ ടെക്നിക്കലി 1.1400 റെസിസ്റ്റൻസ് ആയതുകൊണ്ട് അവിടുന്ന് മാർക്കറ്റ് താഴോട്ട് പോയി. നമ്മൾ ഇന്നലെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു 1.1400 അവിടുന്ന് സെല്ലെടുക്കാം. ഓക്കെ, ചെറിയ രീതിയിലുള്ളൊരു പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് ഒരു 40 to 50 പിപ്സിൻ്റെ മൂവ്മെൻറ്റിൻ്റെ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ട് ഇറങ്ങാം എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ട് ഓൾറെഡി 40 to 50 പിപ്സ് ആയിട്ടുണ്ട്. ഓക്കെ, ആ പ്രോഫിറ്റ് എടുത്ത് ഇറങ്ങിയിട്ടുണ്ട് പല ആൾക്കാരും, അല്ലേ? സോ അതാണ് ഇനി ഒന്നും ഞാൻ സജസ്റ്റ് ചെയ്യുന്നില്ല, ഇനി ഒരു സജഷനും എനിക്കില്ല. ഓക്കെ, മാർക്കറ്റ് ന്യൂസിന് വേണ്ടി വെയിറ്റിംഗ് ആണ്, മാർക്കറ്റിൽ സ്ലോ മൂവ്മെൻ്റ് ആയിരിക്കും. ഓക്കെ, അതുകൊണ്ടിട്ടാണ് ഞാൻ ഇന്ന് GDP അനൗൺസ്മെൻ്റ് ആയതുകൊണ്ടിട്ടാണ് ഞാൻ കുറച്ച് താമസിച്ച് ഈ ഒരു മാർക്കറ്റ് ഡിസ്കഷൻ എടുക്കുന്നത് കേട്ടോ. ഓക്കെ, ഇതാണ് യൂറോ USDയിൽ നമുക്ക് GDP അനൗൺസ്മെൻറ്റ് അനുബന്ധിച്ച് താഴെ വീണ് കിട്ടിയാൽ 1.100 ആണ് പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, അവിടെ എങ്ങാനും നമുക്ക് കിട്ടിയ 1.100 പ്രതീക്ഷിക്കുന്നു എന്ന് വിചാരിച്ച് നമ്മൾ ഇവിടുന്ന് സെല്ലെടുത്ത് പോകരുത്. 1.100 ന്യൂസാണ്, ചിലപ്പോൾ മുകളിലോട്ടും പോവാം. ഓക്കെ, അങ്ങനെ 1.100 അടുത്ത് നമുക്ക് കിട്ടിയാൽ നമുക്ക് അവിടുന്ന് വേണമെങ്കിൽ നമുക്കൊരു നല്ലൊരു ബൈ ചെയ്യാം. അപ്പോൾ അതിനുള്ളൊരു ഫണ്ട് രൂപീകരിക്കുക എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യം. ഓക്കെ, ഇതാണ് എനിക്ക് യൂറോയിൽ പറയാനായിട്ടുള്ളത്. നേരെ നമ്മളുടെ GBPയിലോട്ട് വരുമ്പോൾ GBP ഇപ്പോൾ കറൻ്റ്ലി ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 1.13370 ഓക്കെ, നമ്മൾ ഇന്നലെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു 1.3400 അവിടുന്ന് സെല്ല് ചെയ്യാം, ഒരു 40 to 50 പിപ്സ് നമുക്ക് പ്രോഫിറ്റ് ആക്കാം. 40 പിപ്സാണ് പ്രോഫിറ്റ് എങ്കിൽ ഓൾറെഡി അത് അടിച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ചെറിയ പ്രോഫിറ്റുകൾ മാത്രമേ സെൽ സൈഡിൽ നിൽക്കാവൂ, കാരണം ഇതെല്ലാം അപ് ട്രെൻഡാണ്, അല്ലേ? ട്രെൻഡിന് എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്നത് കൊണ്ടും പ്യുവർലി ടെക്നിക്കൽ സൈഡിൽ നമ്മൾ നിൽക്കുന്നത് കൊണ്ടിട്ടുമാണ് നമ്മളിത് പറയുന്നത്. അപ്പം അങ്ങനെ ചെയ്തിട്ടുള്ള ആൾക്കാർക്കൊക്കെ ചെറിയ തോതിലുള്ളൊരു പ്രോഫിറ്റ് അടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. ഓക്കെ, ഇനി എനിക്കൊന്നും സജസ്റ്റ് ചെയ്യാനില്ല ഒരു ട്രേഡും GBPയിൽ ട്രേഡ് ചെയ്യാൻ മനസ്സിലാക്കില്ല. നാളെ നമുക്ക് ഓപ്പർച്യൂണിറ്റി എടുക്കുന്നതായിരിക്കും ബെറ്റർ. ഗോൾഡിനോട്ട് പറയുമ്പോൾ ഗോൾഡ് ചെറിയൊരു ബൈ നമുക്ക് 80 എടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് 80 അവിടെ നിന്ന് ബൈ ഉണ്ടെന്ന്, അല്ലേ? നമ്മൾ ഇന്ന് 10 മണിക്കുള്ള ക്യാൻഡിലും, അതായത് ഏഷ്യ ക്ലോസ് ആവുന്ന ക്യാൻഡിലും 80 താഴെ പോയിട്ടില്ല എന്നുള്ളത് കൊണ്ടിട്ട് നമുക്ക് ഞാൻ ചെറിയൊരു ബൈ എടുത്തിട്ടുണ്ട് 3283 അടുത്തായിട്ട്. ഓക്കെ, ഇപ്പോൾ വേണമെങ്കിൽ നിങ്ങളിപ്പോൾ കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ വേണമെങ്കിലും ഒരു ബൈ ചെയ്ത് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളതാണ് ഗോൾഡിൽ പറയാനായിട്ടുള്ളത്. ഓക്കെ, പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആണെങ്കിലും 3263 താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടി വരും. ആ സ്റ്റോപ്പ് ലോസ് അത്രയും സ്റ്റോപ്പ് ലോസ് ഉണ്ടായതുകൊണ്ടാണ് ഞാൻ വളരെ ചെറിയ ലോട്ട് മാത്രം എടുത്തത്. GDP ഡേ ആണ് എന്ന് കൊണ്ടിട്ടാണ് അടിച്ചാൽ അടിക്കട്ടെ എന്നുള്ള രീതിയിലാണ് ഞാനിപ്പോൾ ട്രേഡ് എടുത്തിട്ടുള്ളത്. പക്ഷേ എന്നിരുന്നാലും നമുക്ക് ടെക്നിക്കലി അപ് ട്രെൻഡ് തന്നെയാണ്, അതുകൊണ്ടിട്ട് തന്നെ മാർക്കറ്റ് മുകളിലോട്ട് പോവും. എന്തായാലും ഞാൻ അടുത്തൊരു 2 മണിക്കൂറിൻ്റെ അകത്ത് വെച്ച് മാർക്കറ്റിൽ നിന്ന് ഞാൻ ഇറങ്ങും. ഓക്കെ, ഒരു $10 പ്രോഫിറ്റാണ്, 10 പോയിൻറ്റിൻ്റെ പ്രോഫിറ്റ് ആണെങ്കിൽ പോലും ആ പ്രോഫിറ്റ് എടുത്ത് മാറും എന്നുള്ളതാണ് എൻ്റെ ഒരു പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ ഒരു ഞാൻ ചിന്തിക്കുന്ന പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രേ ഉള്ളൂ. ഓക്കെ, ആ 3280 ഇപ്പോൾ ഈ ഒരു പോയിന്റിൽ വേറെ ഒന്നും എനിക്ക് പറയാനായിട്ടില്ല. ബാക്കി നമുക്ക് നാളെ ഡിസ്കസ് ചെയ്യാം എന്നുള്ളതാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. പിന്നീട് നമ്മുടെ പുതിയ ഫോറക്സ് ട്രേഡിംഗ് ബാച്ച് ഇന്നലെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അടുത്ത ചൊവ്വാഴ്ച വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ഫോറക്സ് ട്രേഡിംഗ് ചെയ്യണമെന്ന് സീരിയസ് ആയിട്ട് ആഗ്രഹമുള്ള ആൾക്കാർക്ക് എനിക്ക് മെസ്സേജ് അയക്കാം, ബാക്കി കാര്യങ്ങൾ ഞാൻ കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കും. അതുമാത്രമല്ല നമ്മളുടെ ഒരു പെയ്ഡ് ഫോറക്സ് ട്രേഡിംഗ് ക്ലാസ്, 1 മാസം നീണ്ടു നിൽക്കുന്ന പെയ്ഡ് ക്ലാസ് മെയ് 1 അതായത് നാളെ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അതിന് രജിസ്റ്റർ ചെയ്യണം
എന്നുള്ള ആൾക്കാർക്ക് എനിക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. ബാക്കി കാര്യങ്ങൾ ഞാൻ കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കും. പ്രൈസ് വരുന്നത് 9,999 പ്ലസ് GST ആണ്. ഇപ്പോൾ ഒരു ഈസ്റ്റർ പ്രമാണിച്ചിട്ടുള്ളൊരു ഓഫറാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അടുത്ത മാസം എത്ര ആവും എന്ന് എനിക്കറിയില്ല. എന്തായാലും ഇതൊക്കെയാണ് ഇന്നത്തെ ദിവസം എനിക്ക് പറയാനായിട്ടുള്ളത്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, എൻ്റെ വീഡിയോ നോക്കി ട്രേഡ് എടുക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് പ്രോഫിറ്റ് ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എനിക്ക് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതൽ ആൾക്കാരിലോട്ട് ഈ വീഡിയോ എത്തിക്കുക. കൂടുതൽ ആൾക്കാർക്ക്, അതായത് നിങ്ങളുടെ ക്ലാസ് ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗ് ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം ബാക്കിയുള്ള ട്രേഡിംഗ് ചെയ്യണം എന്നുള്ള ആൾക്കാർക്ക് എത്തിക്കുക. കാരണം എല്ലാ ആൾക്കാരും ഒരുപാട് പൈസ മേടിച്ചിട്ടാണ് ഈ ട്രേഡിംഗ് പഠിപ്പിച്ചു കൊടുക്കുന്നത്. ഓക്കെ, ഇതാണ് ഇന്നത്തെ ദിവസം എനിക്ക് പറയാനായിട്ടുള്ളത്. മാർക്കറ്റ് ഡിസ്കഷനായിട്ട് നാളെ കാണുന്നത് വരെ ഗുഡ് ബൈ.